അമ്മേ ദേവി മൂകാംബി കാത്തോളണേ. വടിവേല് എന്നാങ്ക പാൽപ്പായസം ഒരുക്ക് സാപ്പിട്ട് പോങ്ക. അയ്യോ വേണ്ട, കട തുറക്കാൻ ടൈം ആച്ച്. ശരി, രാവിലെ ഇങ്ങനെ തേര പര നടക്കാതെ യുവമാർക്ക് വല്ല പണിക്ക് പോക്കൂടെ? അയ്യോ വേണ്ട, കട തുറക്കാൻ ടൈം ആച്ചെന്നാ. നേരം വെളുത്തില്ലായിരുന്നു ഇവരൊക്കെ എന്ത് ചെയ്തനെ? കൊഞ്ച തലങ്ക തലേ വലവിടെ എന്നല്ലേ കട തുറക്കാൻ പറ്റൂ? ഇങ്ങ വാ. എവ്വളോ ടൈം ആச்சுன்னு உங்களுக்கு தெரியுமா? வேலைக்கார கரெக்டா வேலை பார்க்கணும், இல்லனா விட்டுட்டு போயிடு. துறக்கடா. அயோக்கிய நாயே. கொஞ்சம் தள்ளுங்க. டியூட்டி விஷயத்துல நான் ரொம்ப ஸ்ட்ரிக்ட், தெரியுதா? சீக்கிரம் ஓபன் பண்ணுடா. சீக்கிரம் உள்ள கரை கவுண்டர்ல இருந்துல. டேய் பகலம் வைக்காத, மாറി നിക്ക്. വെയിറ്റ്. അതെ 100 രൂപയ്ക്ക് 2 ഫുള്ള്. ഇത്രയും കുപ്പികൾ കണ്ടപ്പോ ഇരട്ട പ്രസവിച്ച സുഖം. ഇതിൽ കുറഞ്ഞ ബ്രാൻഡ് വല്ലതും വന്നായിരുന്നു? എത്ര അടിച്ചാലും എന്റെ വായിന്നൊരു ചെറ്റ വർത്താനം വരില്ല കേട്ടടാ. പട്ടി തെണ്ടി നായിന്റെ മക്കളെ. പതിയെ വയ്യടാ പന്നി. വെളുപ്പിന് നിന്നോടൊപ്പം ഇറങ്ങി തിരിച്ചതാണല്ലോ ഉണ്ണി. എന്നിട്ട് അവൻ എവിടെ? വെളുപ്പിന് ഞങ്ങൾ വരമ്പത്തൂടെ വരുമ്പോ നമ്മുടെ വാസുവണ്ണം പാമ്പ് കടിയേറ്റ് ഇവിടെ കിടക്കുന്നു. അങ്ങേരും പൊക്കിയെടുത്തുകൊണ്ട് സേട്ടുവിന്റെ കുതിരവണ്ടിയിൽ നിങ്ങളുടെ ഉണ്ണി, അതായത് എന്റെ കുട്ടൻ, ഇവിടുന്ന് സിറ്റിയിലെ ഹോസ്പിറ്റലിൽ പോയി. ഇനി അവനിക്കാകെ കാത്തിട്ടിരുപ്പതിൽ അർത്ഥമില്ലേ? അല്ല, ഞാൻ വിധ പോട്ടാലും മുളയ്ക്കുമോന്ന് പാക്കല. നില്ലുങ്ക, ഞാൻ സമ്മതിക്ക മാട്ടേ. കൊറേ നേരം ആയല്ലോ കാശിന് കണക്കൂട്ടാൻ തുടങ്ങിയിട്ട്. ഈ കാശിന് മുഴുവൻ ഫുള്ള് വാങ്ങിയാൽ എന്ന് അടിച്ചു തീർക്കാൻ പറ്റും ആലോചിക്കായിരുന്നു. അതെ, ഇത് മണ്ണിൽ അധ്വാനിച്ചുണ്ടാക്കിയ കാശാ. നിനക്ക് വെള്ളം അടിച്ച് വാള് വെച്ച് തീർക്കാനുള്ള മുതലല്ല. സൂക്ഷിച്ചു പിടിക്കട പൊട്ടാ. പല കള്ളന്മാരെ അടിച്ചോണ്ട് പോയണ്ടല്ലോ. എന്റെ കയ്യിൽ നിന്ന് കാശടിച്ച് മാറ്റാൻ പറ്റിയ ഒരു കള്ളനും ഇന്ന് ഇന്ത്യയിലില്ല. എണ്ണം വീണ്ടും തെറ്റിയത് എത്ര പ്രാവശ്യം? ചാണകം അത്രയും. നായിന്റെ മോനെ കഴുതേ, ആളെന്തര നോക്കാനാടാ എറിഞ്ഞു തൂറണത്? വെറുതെയാണോ നിന്നെ പോത്തേ പോത്തേ എന്ന് വിളിക്കുന്നത്? എന്താ പോത്തുകൾ തമ്മിലൊരു ശൃംഗാരം? വെറുതെ തൂറി നാശാക്കിയെന്ന്. എന്നാ പിന്നെ ആ പൈപ്പിന്റെ ചോട്ടി പോയി കഴിക്കൂടെ? ഓ അത് ബുദ്ധി. അതെ, ഈ ബാഗ് ഒന്ന് പിടിക്കൂ. താങ്ക്സ്. താങ്ക്സ് ഞാനല്ലേ പറയണ്ടേ? സൂക്ഷിച്ചോളണം ബാഗിനകത്ത്. കള്ളൻ കള്ളൻ കള്ളൻ! എന്നെ ബാഗ് തന്നിട്ട് പോകാൻ നിക്കട അവിടെ. എന്റെ ജീവനാണ് ആ ബാഗ്. അതിനെന്തെങ്കിലും സംഭവിച്ച നിന്നെ ഞാൻ വിടില്ലടോ. അനങ്ങിപ്പോ വീശിക്കളി ഞാൻ. ഒരു സോഡ. വടിവേലുവിനോട് അവന്റെ കളി. നീ ആര്? ജാക്കി ചാന? മേലാണെങ്കിൽ പണിയെടുത്ത് പരിചയമില്ലാത്ത നീ എങ്ങനെയാടാ കരാട്ടെ പഠിച്ചത്? കരാട്ടെ? എടാ, എന്റെ പൈന്റ് ഉപ്പി ഈ ബാഗിനകത്തായിരുന്നു. കാശ് പോയാൽ ഞാൻ സഹിക്കും. പക്ഷെ 1-ാം തീയതി ആയിട്ട് ഈ പൈന്റ് ഉപ്പി എങ്ങാനും പൊട്ടിയിരുന്നെങ്കിൽ ആ ശവത്തിനെ ഇന്ന് കൊന്നേനെ ഞാൻ. നിന്റെ കയ്യിലിരിക്കുന്ന ഈ ബാഗ് ഈ ഉള്ളം കയ്യിലേക്ക് വെച്ചില്ലെങ്കിൽ നിന്റെ ശരീരത്തിലെ ഓരോ കശേരികളും ഇവന്മാർ തല്ലി ഓടിക്കും. ഒന്നിച്ചിറങ്ങിയതായിരുന്നല്ലേ കോയമ്പത്തൂർ സെൻട്രൽ ജയിൽ വെച്ച് ഇവന്മാരുടെ നടുപിടിച്ച് പിരുത്തല്ലേ? മനസ്സിലായില്ല? എല്ലാവരും വടിയും കുത്തി പിടിച്ചു നിൽക്കുന്നു. തമാറ്റിക്കല്ലേ? എന്റെ പേര് നിനക്കറിയോ? എനിക്കറിയില്ല. വല്ല തല്ലിപ്പൊളി പേരായിരിക്കും. ഞാൻ വടിവേലു. ഞാൻ വിചാരിച്ചാൽ നിങ്ങളെ ഒറ്റയടിക്ക് കൊന്ന് തള്ളാൻ പറ്റും. പക്ഷെ ഉയിര് പോയാലും ഞാൻ വിചാരിക്കില്ലടാ. കുട്ടാ, ഇനി എന്റെ ദേഹത്ത് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ നോക്കേണ്ടത് നിന്റെ കടമയാണ്. അരുമയാർന്ന ജയിലു മക്കളെ, സിലമ്പാട്ടം ആരംഭിക്കണം. സന്ദേഹം വേണ്ട, ഞാൻ ഇங்கே இருக்கும். ടൈം എടുത്ത് പണ്ണുങ്കോ. പണം തൂക്കിട്ട് വാ. ബാഗ് നിന്റെ കയ്യിരിക്കട്ടെ, ഞാൻ ജസ്റ്റ് ഒന്ന് വിശ്രമിക്കാം. ചുമ്മാ സുറ്റി വിളയാടാമേ. ആദ്യടെ ഞാൻ പോയി ഒരു ടീ സാപ്പിട്ട് പറയാൻ.
ഇനി രക്ഷയില്ല. ഇന്നാ പിടിച്ചോ. യുവന്മാർക്ക് തലയിറങ്ങുന്നുമില്ലേ? അയ്യോ എനിക്ക് വയ്യേ. അമ്മാ അയ്യോ അടിക്കരുത്. ബാഗ് എന്റെ കയ്യില്ല, അവന്റെ കയ്യില്ല. അമ്മേ, നല്ല കാര്യം. ഒരു മിനിറ്റ്. എന്നാ ഇതല്ലേ വേണ്ടത്? ഇടരുത്. എന്റെ ദൈവമേ. അയ്യാ, കുട്ടാ, വാടാ, രക്ഷിക്കടാ, അമ്മേ. എഴുന്നേക്കടാ, എഴുന്നേക്കടാ. ഇവനെ പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കടാ. അയ്യോ, നിങ്ങൾ വേണമെങ്കിൽ രണ്ടിടി കൂടുതൽ ഇടിച്ചോ, എന്നാൽ എന്നെ പോലീസിനെ ഏൽപ്പിക്കരുത്. മോഷണ കലയിൽ വീഴ്ച വരുത്തിയ കുറ്റത്തിന് അവർ പിടിച്ചിട്ട് ഉരുട്ടും. പോലീസും ഞങ്ങളും തമ്മിൽ 50-50 ഡീലിങ്സാ. ആണോ? இவன் இந்த மாதிரி பல தடவை நம்ம எல்லார் காசும் திருடிட்டு போயிருக்கான். ஆனா இந்த தடவை விடக்கூடாது. இவனை பிடிச்சு விசாரணை பண்ணி ஆகணும் പഞ്ചായത്തിൽ നിർത്തി. അയ്യോ, എന്നെ വെറുതെ വിടണം. എനിക്ക് പൊര പറഞ്ഞിരിക്കുന്ന ഒരു പെങ്ങളുണ്ട്. കാണാൻ കൊള്ളാവുന്നതാണെങ്കിൽ അവളെ ഞാൻ കെട്ടിക്കൊള്ളാടാ. നിന്റെ കരിനാക്കൊണ്ടൊന്നും പറയണ്ട. ഗുളികൻ എപ്പോഴാ വരുന്നെന്ന് അറിഞ്ഞൂടാ, ബലിക്കും. അതെ, ഇവനൊരു ചാക്കി കെട്ടിയ വണ്ടിയിലോട്ടിട. அண்ணா, அந்த திருடன் தப்பிச்சோடுற, அவனை விடக்கூடாது. குடிங்கண்ணா. എടാ പൊട്ടാ, കള്ളം ചാടി പോയിന്ന്. കള്ളച്ചാരം പിടിച്ചല്ലോ. അയ്യോ, അവനെവിടെ? சின்னையா கண்ணையா முருகையா வாங்கடா, இவனை தூக்கி போடுறா. மீனுகள் அஸ்தானத்து கொத்தாட பாருங்க. മണ്ടന്മാര് ചാക്ക് മാറിപ്പോയത് അറിഞ്ഞിട്ടില്ല. മറ്റേ ചാക്കിൽ ആരായിരിക്കും? എവിടെയായിരുന്നടാ? ഇത്രയും നേരം നിന്നെ കാണാതായപ്പോ ഞങ്ങളാകെ പേടിച്ചു പോയി. ചന്തേന്ന് പോരാൻ വൈകി. ദൈവം കാരണ. ഞാൻ കാരണമല്ല, എല്ലാം ഈ തെണ്ടി കാരണം. ഇതെന്താടാ ചാക്കിനകത്താരാ? കള്ളൻ. കള്ളനോ? അച്ഛ, ചന്തയിൽ പോണവരെ കാശ് അടിച്ചോണ്ട് പോണ ഒരുത്തിനെ പറ്റി കേട്ടിട്ടില്ലേ? അവനാണ് ഇവൻ. ഇവനെ നമുക്ക് കട്ടപ്പഞ്ചായത്തിൽ വിചാരണ ചെയ്ത് തൂക്കിക്കൊല്ലാം. എടാ, ആദ്യം ആ ചാക്കഴിച്ച് അയാളെ പുറത്തിറക്കി വിട്. ചത്തുപോയ സമാധാനം പറയേണ്ടി വരും. ചത്തുപോയി കഴിഞ്ഞാ പിന്നെ അയാളോട് എങ്ങനെയാ സമാധാനം പറയുന്നത്? ഇതെന്തോന്ന് വെള്ളം കുടിച്ച് ചേർത്തോ? അയ്യോ, തല മാറി. നമ്മുടെ അയ്യപ്പൻ നായരല്ലേ? എടാ പോവല്ലേ. പെങ്ങളെ, ദേവി, ഇത് ഞാനാ. ഏട്ടൻ, നീ ആ പുറകിലത്തെ വാതിൽ തുറക്ക്. ഏട്ടൻ എന്നാ ജയിലിൽ നിന്ന് ഇറങ്ങിയേ? 2-3 ദിവസമായി. ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലേ? വാ. ആ, നാട്ടിൽ അന്വേഷിച്ചപ്പോ അറിഞ്ഞത് നീ പുത്തേഴത്തെ വീട്ടിൽ അടുക്കളപ്പണിക്ക് നിൽക്കുന്നു. അടുക്കളപ്പണിക്കാരുടെ മുറി എപ്പോഴും അടുക്കളോട് ചേർന്നായിരിക്കുമല്ലോ, അതുകൊണ്ട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട്.
ഒന്നുണ്ടായില്ല. എന്നൊരു വേലക്കാരിയായിട്ടല്ല, സ്വന്തം മകളെ പോലെ ഇവിടെ എല്ലാരും കാണുന്നേ. നന്നായി. ഏട്ടനൊരു കള്ളനാണെന്ന് അറിഞ്ഞ നല്ലൊരു മോഷണം ഒത്തുവന്ന അന്ന് ഈ പണി ഞാൻ നിർത്തും. നിന്റെയും കൂടി കല്യാണം, അതാണ് എന്റെ സ്വപ്നം. എന്നാൽ ഇറങ്ങട്ടെ മകളെ. രാത്രിയിലൊരു വീട്ടിൽ കയറിയിട്ട് വെറും കൈയോടെ മടങ്ങിപ്പോന്ന് ആദ്യമായിട്ടാ. ഇവിടെ കക്കാനൊന്നില്ലേ? പേച്ചറമ്മാവൻ ഇവിടുത്തെ മുത്തശ്ശന്റെ അനിയനാ. കണ്ണിന് പരിക്കുപറ്റിയപ്പോഴേ പട്ടാളത്തുനിന്ന് പറഞ്ഞു വിട്ടു. അപ്പൊ കാഴ്ചയില്ലേ? കുറേശ്ശെ കാണാം. നിക്കടാ അവിടെ. ആരാടാ നീ? മാധവനായിരുന്നോ? ഞാൻ വിചാരിച്ചു വല്ല കള്ളന്മാരുമായിരിക്കുമെന്ന്. നിനക്ക് എന്താണ് രാത്രി ഉറക്കമൊന്നുമില്ലേ? ഞാൻ സാധാരണ രാത്രി ഉറങ്ങാറില്ല. നിന്റെ ശബ്ദത്തിന് എന്താ ഒരു പരപരപ്പ്? സമയദോഷം, ജലദോഷം. ആ തണുത്തൊന്നും കഴിക്കണ്ട കേട്ടോ. നീ വാ. നീ കാർഗിൽ യുദ്ധത്തെ പറ്റി കേട്ടിട്ടില്ല? ഇല്ല. ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ വിഗ്രഹമോഷണത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. നീ ഏറ്റുമാനൂർ ക്ഷേത്രത്തെ പറ്റി പറഞ്ഞപ്പോൾ സുവർണ ക്ഷേത്രത്തെ പറ്റി ഞാൻ ഓർത്തു പോവുകയാണ്. വിദ്വന്മാരാ ഗ്രൂപ്പ് അപ്പുറത്തും 21 ബറ്റാലിയനുമായി ഞാനിപ്പുറത്തും. പിന്നെ അങ്ങോട്ട് വെടിയോ വെടി. എന്തൊരു തണുപ്പ്. ആടെങ്കിൽ ആട്. ആടെന്താ പൊതിച്ചു എടുക്കണത്? പനി പിടിച്ചു കാണും. ആരാ? ഞാൻ ഇവിടുത്തെ കാര്യസ്ഥനാ, കാര്യസ്ഥ കുമാരൻ. കള്ളൻ കള്ളൻ കള്ളൻ, ഓടിവാ കള്ളൻ. ഞാൻ ഒരു കള്ളം തന്നെയാ, പക്ഷെ വീട് മാറി കയറിയതാ. ഓ, കിഴക്കേടത്ത് കക്കാൻ വന്നതാണോ? അതെ. ശത്രു കുടുംബത്തിൽ കക്കാൻ വരുന്നവനെ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് ഇവിടുത്തെ നിയമം. എന്താ പേര്? കാളിദാസ്. ആ, നല്ല പേര്. ദേ, ഈ മതില് ചാടിയ കിഴക്കേടത്താ. അവിടെ കാര്യമായിട്ടുള്ളത് അറിയോ? പിന്നെ പഞ്ചലോക വിഗ്രഹങ്ങൾ, വെള്ളിപ്പാത്രങ്ങൾ, പെട്ടി നിറയെ പൂത്ത കാശ്, സ്വർണ്ണാഭരണങ്ങൾ. മതി മതി, ഇനിയും കേൾക്കാനുള്ള മുസ്ലിം പോർ ഇദ്ദേഹത്തിനില്ല. അയ്യോ, ഒന്ന് കുഞ്ഞു തരൂ. എന്തിനാ? അല്ല, ഈ മതിലൊന്ന് ചാടാ. ഇതൊന്നും വിരിക്കട്ടെ. ശ്വാസം പിടിച്ചോട്ടാ. കള്ളനാണെങ്കിലും ഒരു കുള്ളന്റെ ഭാരം. ഈ മുതുകൊണ്ടുള്ള സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. ഈ മുടിഞ്ഞ ഭാരവും ഞാൻ മറക്കില്ല. ആരാ നീ? പിടിച്ചേനെ, കുഴപ്പമില്ല. നിക്കണ അവിടെ. ഈ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതിലേ പോയാ മതിയാ. നിനക്ക് ഞാൻ പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ കാണിക്കണം. ആരാ ശബരി? ഒരു കള്ളനെ പിടിച്ചതാ. ഞാൻ വരുമ്പോ യവൻ ഇവിടെ കിടന്ന് പരുങ്ങുന്നു. ഞാൻ അപ്പുറത്തെ വീട്ടില് പുത്തേഴത്തെയോ? പേരിവിടെ വേണ്ടി പോരുന്നു. നിർത്ത, അവനെ തല്ലാതെ. നീ അയ്യപ്പൻ പറഞ്ഞിട്ട് വന്നതാണോ? ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ അതെ, അല്ലെങ്കിൽ അല്ല. ശബരി, ഒരു പുതിയ കാര്യസ്ഥനെ അയക്കുന്ന കാര്യം അയ്യപ്പൻ പറഞ്ഞിരുന്നു. പാവം, ഇവനെ ആ മുറി കാണിച്ചു കൊടുക്ക്. കൂടച്ചല്ലേ. ഒരു കോയമ്പത്തൂര്. ഒന്നല്ല 2 ടിക്കറ്റ്. നീ എപ്പ കേറി? നീ കേറി അതേ ബസ് സ്റ്റോപ്പിൽ നിന്ന്. അണ്ണ ഒരു നിമിഷം. നീ ഇതെങ്ങോട്ടാ? നീ എങ്ങോട്ടാണോ അങ്ങോട്ടാണ് ഞാനും. എടാ, പിറന്നത് 2 ഗർഭപാത്രത്തിലാണെങ്കിലും വളർന്നത് നിന്റെ പാത്രത്തെ കൈയിട്ട് വാരിയിട്ട. ഞാൻ ചിലവാക്കുന്ന കാശുകൾ മുഴുവൻ നിന്റെ ഔദാര്യ. എനിക്ക് തല ചായ്ക്കാൻ ഒരു ഇടം തന്നത് നിന്റെ നല്ല മനസ്സുകൊണ്ട്. ദാ, ഇത് കണ്ടോ, ഈ ജട്ടി പോലും ഞാൻ നിന്റെ നടിച്ചു മാറ്റിയതാ. എന്നിട്ടും നീ എന്നെ നന്ദി വേണോടാ, നന്ദി. ഞാൻ ഉണ്ട് നിന്റെ കൂടെ. എടാ, ഞാനൊരു ലക്ഷ്യത്തിനാ പോണത്. നിന്റെ ഒടുക്കത്തെ കള്ളൂടിയും വൃത്തിയുടെ സംസാരമൊന്നും അവിടെ പറ്റില്ല. എടാ കുട്ട, ഞാൻ കൂടി നിർത്തി. അതോടെ എന്റെ വൃത്തികെട്ട സംസാരം ഈ നാക്കിന്ന് പോയി. ഇനി ഏത് പരമ നാറിയുടെ വീട്ടിൽ വേണോ എന്നെ ധൈര്യമായിട്ട് കൊണ്ടുപോവാ. ഒരു തെണ്ടി ഞാൻ ഡീസന്റ് അല്ലെന്ന് പറയില്ല. സത്യം, ഇപ്പൊ എനിക്ക് കള്ളു കുടിക്കാൻ തോന്നുമ്പോ ദാ ഈ പച്ചവെള്ളം കുടിക്കും. ചില ആയുർവേദ മരുന്നുകൾ ചേർത്തുണ്ടാക്കിയ ശുദ്ധമായ വെള്ളം. എടാ, എനിക്കോടെ ടിക്കറ്റ് എറാ. என்னாச்சுமா? அம்மா, எப்படியா வண்டி நிறுத்தியா? എന്നാച്ചേ? நம்ம மயங்க வந்துச்சோப்பா. இதை தண்ணியில கொடுங்க. அது தண்ணியிலேப்பா. அம்மா, നീ വെള്ളം തന്നെ. ഞാൻ തരില്ല. ഈ സമയത്ത് കണ്ണിച്ചോരയിലെ പെരുമാറല്ലേ. നീ എന്ത് പറഞ്ഞാലും എന്റെ ഈ വെള്ളം ഞാൻ തരില്ല. ഇങ്ങോട്ട് തരാനാ പറഞ്ഞത്. വെള്ളം. കണ്ടക്ടർ, തന്നിതാ. அம்மா,
പാവം മടുമടാന്ന് കുടിക്കുന്ന കണ്ടില്ലേ? എനിക്കും കൊതിയാവുന്നു. വെള്ളം കിട്ടാതെ ആ സ്ത്രീ ചത്തുപോയിരുന്നെങ്കിൽ ഈ പാപമൊക്കെ നീ എവിടെ കൊണ്ടേ തീർത്തനെ? ഈ വെള്ളം കുടിച്ചിട്ട് ആ സ്ത്രീ ചത്തുപോയാലോ? സത്യം പറ, അതെന്ത് വെള്ളം പറയണോ? എടാ, ഞാൻ ചാരായത്തിൽ ഏലക്കും കുരുമുളകും ഇഞ്ചിയും ചേർത്ത് സ്വന്തമായിട്ട് വാറ്റിയെടുത്ത മിശ്രിത. നിനക്ക് മണം വരാതിരിക്കാൻ நான் சொன்னேன்ல போடுற பாட்டு டேய் பாட்டு എടാ, എന്റെ ഈ സാധനത്തിന് ഇങ്ങനെ പോറുണ്ടാടാ. ഇങ്ങോട്ട് പോവല്ലേ? പറഞ്ഞിട്ട് തിരിഞ്ഞൂടായിരുന്നടാ. അങ്ങോട്ട് പോടാ, വയറ്റുവാനുള്ളതായിരുന്നു. ഇറങ്ങങ്ങട്. 100 ബാക്കി വെച്ചോളൂ. ബാക്കി വെക്കാനൊന്നുമില്ല, 10 രൂപ കൂടി തരണം, അല്ലെങ്കിൽ തന്നെ ബാക്കി വെച്ചേക്കില്ല. ഇതിലേതാണോ കിഴക്കേടത്ത് വീട്? കിഴക്ക് കണ്ടുപിടിക്കാൻ ഈസി അല്ലേ? പടിഞ്ഞാറേതാ? എന്തിനാത്? എടാ, കിഴക്കിനോട് ചേർന്നല്ലേ പടിഞ്ഞാറ്? എടാ പൊട്ട, കിഴക്കിനെതിരല്ലേ പടിഞ്ഞാറ്? ഈശ്വര, അതിനിടയ്ക്ക് എതിരുമായ അവർ ഉടക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ചുമ്മാ കണ്ടുപിടിക്കാനിപ്പോ സൂര്യൻ നേരെ ഭൂമി. നീ എന്റെ കളം വരച്ച് ജയം കളിക്ക. കിഴക്ക് നോക്കി യന്ത്രം. എടാ, കിഴക്കേടത്ത് കണ്ടുപിടിക്കാൻ കാലം കവച്ച് വെച്ച് ജയം കളിക്കേണ്ട കാര്യമല്ല. അവിടെ ചെന്ന് ചോദിച്ച പോരെ. എന്നാ നീ പോയി ചോദിക്കടാ. എന്നവിടെ നിക്ക, ഇപ്പൊ ശരിയാക്കി തരാം. ഇത് തന്നെ കിഴക്കേടത്ത് യുവമാർക്കൊക്കെ ഇത് തുറന്നു കിട്ടൂലേ? ഏതാ ഈ മാംസപിണ്ഡം? ചേട്ടാ, ഈ കിഴക്കേടത്ത് ഇവിടെ വന്നിട്ട് കിഴക്കേടുന്നു എന്താ ഒരു പടക്കം പൊട്ടിയ ശബ്ദം? പടക്കം പൊട്ടിയതല്ല, എന്റെ കരണം പൊട്ടിയ ശബ്ദ. അമ്മാതിരി മൂളലും കേൾക്കുന്നുണ്ട്. നീ ആരാ? ഞാൻ കിഴക്കേടത്ത് അന്വേഷിച്ചു വന്നതാ. ഓഹോ, ഇങ്ങ് വന്നേ. നോക്കിക്കോ, ഞാൻ ഈ സാറിനോട് എല്ലാം പറഞ്ഞു കൊടുക്കും. എന്താ? ഏത് കരണത്താ കിട്ടിയത്? ഇവിടെ വിജയ, ഓടി വാടാ. അതിർത്തി മാറി കയറിയ ഒരു ശത്രുവിനെ കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ അടിച്ചു പഠിച്ചോ. അടിച്ചു പഠിക്കാൻ ഞാൻ സ്കൂളല്ല. എന്താ കിഴക്കേടത്തെന്ന് പറഞ്ഞ ഇവിടെ മുട്ടൽ തെറിയാടാ. അതാണ്ട് അമ്മയ്ക്ക് വിളിക്കുന്ന പോലെ. അതെന്താ? ഇവിടെ കിഴക്കേടത്തെന്ന് പറഞ്ഞപ്പോ മുതലേ എനിക്ക് പൊരിഞ്ഞാടിയാടാ. ആണോ? അങ്ങനെയാണെങ്കിൽ ഇത് പുത്തേഴുത്ത്, ഇത് കിഴക്കേടത്ത്. അയ്യോ, എന്റെ കുട്ട എവിടുന്നൊക്കെ അടി വരുന്നു. ഓടിക്കോടാ. അവൻ വീണ്ടും വന്നു. അടി തുടങ്ങിക്കോ. ഓടാ, അമ്മയും പെങ്ങളെ തിരിച്ചറിഞ്ഞൂടാത്തോമാരെ. എടാ, ദാണ്ടടാ കള്ളൻ. അവൻ തന്നെ വിഗ്രഹം അടിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ നോക്ക. ഇതെന്നെ ചാക്കി കയറ്റിയോമാരല്ലേ? വീണ്ടും എന്നെ പൊക്കാൻ വന്നേക്കുന്നതാണ്. അവനെ കൈയോടെ പിടിച്ചു കൊടുത്താൽ ഇവിടെ നമുക്ക് നല്ല വില കിട്ടും. എന്താ അതൊക്കെ? ചെവി തുറക്കാനും പറ്റില്ല. അടുക്കരുത്, കൊന്നോളി ഞാൻ. എടാ, വാക്കത്തെടുത്ത് വീശടാ. എടാ, ആ വീശല്ല, ഇവന്റെ നേരെ വീശ്. പറയണ്ടടാ, കാറ്റുണ്ടോടാ. കുറച്ചുകൂടി സ്പീഡിൽ വീശടാ. എടാ പട്ടി, വീശാനെന്ന് പറഞ്ഞത് ഇവനെ വെട്ടാനാണ്. തെളിച്ച് പറയണ്ടടാ. എന്നെ കൊല്ലരുത്. ഞാൻ ഈ വിഗ്രഹം വെച്ച് കീഴടങ്ങി. ഞാനൊരു തെറ്റ് ചെയ്തു. എന്റെ സന്തോഷത്തിന് ഇതിരിക്കട്ടെ. ഞാൻ എന്തൊരു നീചനാണ്. പാവോടാ, അവൻ ചോദിച്ചോടനെ തന്ന് അവനിങ്ങനെ പേടിപ്പിക്കണ്ടായിരുന്നു. എടാ, ഇത് പഞ്ചലോക വിഗ്രഹമാണ്. ഇവനെന്താ വാതിലടച്ചിട്ടിട്ട് ഇവന്റെ പേര് സ്വയം പൊക്കി പറയണേ? കള്ളനെ പിടിച്ചേ, കള്ളനെ പിടിച്ചേ. മുത്തശ്ശൻ ക്രിസ്മസ് പപ്പായ പോലുണ്ട്. പോടാ. 2 അന്തർ സംസ്ഥാന വിഗ്രഹ മോഷ്ടാക്കളെ ഞാൻ ഐതിഹാസികമായി കീഴ്പ്പെടുത്തി ഈ മുറിയിൽ പൂട്ടിയിട്ടുണ്ട്. മോഷ്ടാക്കളോ? വരൂ, അങ്ങനെ കൺകുറുക്കെ കാണൂ. ഇതാ തൊണ്ടിയുമായി തെണ്ടികൾ നിൽക്കുന്നത്. കണ്ടാൽ മാന്യന്മാരാണ് തോന്നും. കയ്യിലിരിപ്പ് മോഷണം. അയ്യോ, ഞങ്ങൾ കള്ളന്മാരല്ല. പിന്നെ ഈ വിഗ്രഹം നിന്റെ കയ്യിൽ എങ്ങനെ വന്നു? അത് പിന്നെ ഈയമല്ല, പഞ്ചലോഹം. നിനക്കറിയോ, ഏതെങ്കിലും വിദേശ രാജ്യത്തേക്ക് കയറ്റി അയച്ചാൽ 1.5 കോടിയാവല. വെക്കണവിടെ. രവി, ശബരി വിളിക്കണം. ഇവന്മാരെ കൈയോടെ പോലീസിൽ ഏൽപ്പിക്കണം. പോലീസാ? വെരി ഗുഡ്, അതാ നല്ലത്. കുറച്ചു കാലം അകത്ത് കിടക്കട്ടെ. വേണ്ട, ചെറുപ്പക്കാരല്ലേ,
ഈ 2 കൊടുത്ത് പുറത്തേക്ക് വിട്ടേക്ക്. നീ ആരാന്നുള്ള സത്യം പറഞ്ഞേക്ക്, ഇല്ലെങ്കിൽ ഇടിയുള്ളേണ്ടി വരും. ഞാൻ ആരാന്നുള്ള സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ തല പോവും. എങ്കിൽ യുവമാരെ തല നമ്മുടെ പണിക്കാരൊക്കെ ഏർപ്പാടാക്കട്ടെ. വിളിച്ചടിച്ച് നിരത്തടാ. നീ എന്താ കാണിക്കുന്ന? ആൾക്കാര് കണ്ട തെറ്റിദ്ധരിക്കുന്ന എഴുക്കട. പടിയടച്ച് ആനപ്പെട്ട വെക്കുന്നോ? പണിക്ക് വന്ന 2 നിഷ്കളങ്കരായ തൊഴിലാളികളാണ് നിങ്ങൾ നിഷ്കരണം ചവിട്ടി പുറത്താക്കിയത്, കള്ളന്മാരെന്ന് ആരോപിച്ചത്. വടക്കാണല്ല. നീ നുള്ളിയത് ചെവിയാടാ, ഇവന്റെ ചെവി. ഇവൻ ആരാണെന്ന് നിനക്കറിയില്ല. ഇവൻ ചെറ്റയാടാ, വെരട്ടിപ്പറ ചെറ്റയാടാ. ഇരിക്കട്ടൊരു വെയിറ്റിന്. ഞങ്ങൾ ആരാണെന്ന് ഒറ്റണത്തിനും അറിയില്ല. അട്ടക്കണ്ടേ ഇറങ്ങി വാടാ. വക്കീൽ സാറേ, കുഞ്ഞനും കുത്തണ്ട. എടാ തിരുമാലി, എന്തെങ്കിലും നീ തറവാട് വിട്ട് പുറത്തു വരും, അന്ന് ഞങ്ങൾ തരും പലിശ മുതലായി ചേർത്ത്. എന്താടാ വിളിച്ചു കൂവുന്നേ? 2 ചുണക്കുട്ടികൾ കിഴക്കെടുത്ത് കയറി തെറി കൊണ്ട് അഭിഷേകം നടത്തുന്നു. നല്ല വെറൈറ്റി തെറികൾ. വാ, ഇനി നീ ആണോ ഇറങ്ങി വാടാ. സ്വന്തം തന്തയാരെന്ന് അറിയില്ലെങ്കിലും നിന്റെ കാടി ഇവന് പുല്ലടാ പുല്ല്. എനിക്ക് അച്ഛനുണ്ട്, ഏതോ മുത്തുച്ചാമിയാണെന്ന് തോന്നണ. ചുമ്മാ ഇപ്പോഴത്തെ കാലത്ത് ബാസ്റ്റേഡ് എന്ന് പറഞ്ഞൊരു വെയിറ്റ് ആണ്. അതേടാ, ഞാൻ ബാസ്റ്റേഡാടാ പട്ടി. ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ പട്ടി തിണ്ടി റാസ്കൽ. വെരി ഗുഡ്. നല്ല ഫോറിൻ തെറി. എറിഞ്ഞ് കൊല്ലടാ തെണ്ടിയെ. നീ എടുത്തിട്ടോട്ടാ. കിട്ടി. കിഴക്കെടുത്ത ശത്രുക്കൾ, പുത്തേഴത്തെ മിത്രങ്ങൾ. അവന്മാരേക്ക് വിളി. നിനക്ക് കൂടി പങ്കെടുത്തൂടെ? അവൻ ഇവിടുന്ന് ഓടിപ്പോ. അങ്ങോട്ട് വരാം. അങ്ങോട്ട് പുത്തേഴത്തേക്ക്. എടാ, നേരത്തെ അടിയുടെ ബാലൻസേരനാണ്, പോകരുത്. നീ പോടാ. എടാ എന്റെ ലക്ഷ്യത്തിലെത്താ പുത്തെഴുത്ത് നീ വാ. ഞാൻ വന്നില്ലെന്ന്. വാടാ. എടാ, ഞാൻ നേരത്തെ വന്ന് ഇടിയോണ്ട ആളാണെന്ന് പറയണ്ട. മുണ്ടില്ലാത്തതുകൊണ്ട് അവർക്ക് മനസ്സിലാവില്ല. എന്താ കിഴക്കേടത്തുകാരുമായിട്ടൊരു പ്രശ്നം? കിഴക്കെടുത്തുകാരുടെ വിളച്ചിലൊന്നും ഞങ്ങളുടെ അടുത്ത് വേണ്ട. ഞങ്ങള് വെട്ടുന്ന തുണ്ട 2 പാർട്ടീസാ. അതെ, ഞങ്ങൾ ഇറച്ചി വെട്ടുകാരാ. പണി ചോദിച്ചപ്പോ ഞങ്ങൾക്കിട്ട് പണി തന്നിരിക്കണം കണ്ടില്ലേ? അതെ, ഇടഞ്ഞ ഞാൻ കൊല കൊമ്പനാ, കൊല കൊമ്പൻ. ഇടഞ്ഞില്ലെങ്കിലോ? കൊലയില്ലാത്ത കൊമ്പൻ. എന്താ പേര്? ഉണ്ണി. ഊന്നുവടിയോ? ഊന്നുവടിയല്ല. എന്താണ് നിന്റെ പേര്? ഉണ്ണി. എന്റെ പേര് വടിവേലു. പക്ഷെ ഇവൻ എന്നെ പൊട്ടാന്ന് വിളിക്കും. ഇവൻ എന്നെ കുട്ടാന്ന്. ഒരു പൊട്ടാ കുട്ടാ ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. അല്ല, ഇവിടെ എന്തെങ്കിലും ഒരു പണി തന്നിരുന്നെങ്കിലേ. പണി ഇപ്പോ നമുക്ക് കിട്ടിയ നിധികളാണ് ഇവര്. ഇവന്മാർക്ക് എന്ത് പണിയാ കൊടുക്കുക? രാവിലെ 8 മുതൽ വൈകിട്ട് 5 മണി വരെ അവിടെ നിന്ന് കിഴക്കെടുത്തേരെ നോക്കി തെറി പറയട്ടെ. അതെ, തെറി പറയുന്നത് ഒരു പണിയാണോ? നിനക്ക് എന്തൊക്കെ ജോലി അറിയാം? ഒരു കാര്യസ്ഥന്റെ പണിയൊക്കെ അറിയാം. ഞാൻ ഇവിടെ ഉള്ളപ്പോ വേറൊരു കാര്യത്തിന്റെ ആവശ്യമില്ല. അയ്യോ, എന്നെ ഉപേക്ഷിക്കരുതേ. തന്നെ ആരെങ്കിലും ഇവിടെ കല്യാണം കഴിച്ചാ? ചുമ്മാ ഇരിയേട്ടാ. അതെ, എനിക്ക് ഡ്രൈവിംഗ് അറിയാം, പിന്നെ അത്യാവശ്യം പ്ലംബിംഗ് വർക്കും ഇലക്ട്രിക്കൽ വർക്കൊക്കെ അറിയാം. വിടേണ്ട സാർ, ഇവനാളൊരു സകല കളവേല. എന്തുകൂടാ വല്ലഭൻ. അപ്പൊ നീയോ? ഞാനും ഏതാണ്ട് ഇതിന്റെ കൂടെ അടുത്തായിട്ട് വരും. മദ്യപിക്കോ? കൊള്ളാം, 2 ഗ്ലാസ് അച്ചാർ കൂടെ. കൊള്ളും. മദ്യ ഇതുവരെ ഞങ്ങൾ നോക്കൊണ്ട് പോലും തൊട്ടിട്ടില്ല. പിന്നെ അച്ചാറും ഗ്ലാസും ചോദിച്ചെന്തിനാ? അത് പരീക്ഷിച്ചതാ. ഈ വീട്ടിലാരെങ്കിലും മദ്യപിക്കുന്നുണ്ടെന്ന് അറിയാൻ പരീക്ഷിച്ചതാ. അങ്ങനെ മദ്യപിക്കുന്നവരുണ്ടെങ്കിൽ ഞങ്ങൾ ഈ നിമിഷം ഇവിടെ നടക്കും. മിടുക്കന്മാർ. എന്റെ 30 വർഷത്തെ മിലിറ്ററി സർവീസിനിടയിൽ ഞാൻ മദ്യം രുചിച്ചു പോലും നോക്കിയിട്ടില്ല. ഈ മദ്യപാനികളെ എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. വെള്ളം എടുത്തോ. വെള്ളം ഇവിടെയുണ്ട്. കുടിക്ക്. നല്ല രുചി. എന്താ ഇത്? ഇത് വെള്ളക്കഷായ. ആയുർവേദ വിഭവങ്ങൾ ചേർത്ത് ഞാൻ ഉണ്ടാക്കിയ പാനീയം. വയറിന് അത്യുത്തമം. വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ കുറെ കാലമായിട്ട് പറയുന്നു ഇവിടുത്തെ ആ മരങ്ങോടൻ കാര്യസ്ഥനെ പറഞ്ഞു വിടാൻ. ഇപ്പൊ വന്നവനെ കാര്യസ്ഥനാക്കി ആ തെണ്ടി കുമാരനെ പിടിച്ച് പടിക്ക് പുറത്തു തള്ളു. എന്താ മാധവ ഒന്നും വേണ്ടാത്തത്? ഞാൻ മാധവനല്ല, കുമാരനാ. എന്നാ മാധവനോട് പറയാം. പറയും. എന്താ ഇവിടെ? അച്ഛാ, സർവ്വ പണി അറിയുന്ന ഒരുത്തനെ കാര്യസ്ഥനായിട്ട് കിട്ടിയിട്ടുണ്ട്. നിയമിച്ചോട്ടെ. അത് സന്തോഷമുള്ള കാര്യമല്ലേ? ഈശ്വര, ആ നിധി എന്റെ വിധിയായ മുതലാളി. അപ്പൊ ഞാൻ നിനക്ക് ഇന്നു മുതൽ പുറംപണിയാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ അകത്ത് നിൽക്കുന്നത്? ഞാൻ രാജിവെക്കുക. നീ രാജിവെക്കണ്ട. അങ്ങനെ വഴിക്ക് വാ. നിന്നെ ഡിസ്മിസ് ചെയ്തിരിക്കുന്നു. മുതലാളി ഇറങ്ങി പോടാ. ഞാൻ പോകൂല. കുപ്പി തട്ടി. അത് ശരി, എന്നെ ആട്ടി ഇറക്കുകയാണല്ലേ. ഓർമ്മ വെച്ച 18-ാം വയസ്സ് മുതൽ ഈ വീട്ടിലെ ഉപ്പും ചോറും തിന്ന് വളർന്നവരാണ് ഞാൻ. ആ നന്ദി ഉള്ളതുകൊണ്ട് പറയാ, ഈ കുടുംബം ഞാൻ കുളം ചോട്ടും. ഓടിക്കടാ ഇവനെ. ഓടിക്കണ്ട, ഞാൻ ഓടിക്കോളാം. പന്നികളെ പോയി കേട്ടടക്കി. നീ വാച്ച്മാന്റെ പണി കൂടി ചെയ്യണം. അയ്യോ, എനിക്ക് വാച്ചില്ല. വാച്ച് ഞാൻ തരാം.
ഇത് കെട്ടിക്കൊണ്ട് നടത്തിട്ട് എനിക്ക് വലിയ പ്രയോജനമൊന്നുമില്ലല്ലോ. താങ്ക് യു. ആ പകരം ആ വെള്ളക്കഷായം എനിക്ക് തരുവോ? പിന്നെന്താ ആ പിടിക്ക്. ഇത് കുടിച്ചപ്പോ നല്ല സുഖം. ഓ ആയുർവേദത്തിന്റെ ഒരു വീര്യമേ. ആട്ടെ എന്നാ ജോയിൻ ചെയ്യാ? ചെയ്ത് കഴിഞ്ഞു. എടോ ഗേറ്റ് തുറക്ക്. ദൈവമേ, ഒരു വണ്ടി പ്രേതങ്ങളോ? അല്ല, പെമ്പിള്ളേഴ്സ് എവിടുന്ന് വരുന്നോ കുറ്റിയും പറിച്ചുകൊണ്ട്? മതില് ചാടിയതാ ഭ്രാന്താശുപത്രിന്ന്. ഭ്രാന്താശുപത്രിന്നോ? എടാ പൊട്ടാ, ഞാൻ ആരാ? ഇത് കണ്ടോ, ഞാൻ ഇവിടുത്തെ പുതിയ വാച്ച്മാൻ ആണ്. ഓഹോ, അതെ, എനിക്കിന്ന് നൈറ്റ് ഡ്യൂട്ടിയാണ്. സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങണം. മര്യാദയ്ക്ക് അങ്ങാട്ടാ വാ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ തനി രൂപം കാണേണ്ടി വരും. ആഹാ, എങ്കിൽ ഇയാളുടെ തനി രൂപം ഞങ്ങളൊന്ന് കാണട്ടെ. എടാ കുട്ടാ, കുറെ പെണ്ണുങ്ങൾ ഗേറ്റ് ചാടി എന്നെ ബലാത്സംഗം ചെയ്യാൻ വരണ്ട. ഇതേതാടി ഉജാല മുക്കിയ പോലെ ഐറ്റം. ഭ്രാന്താശുപത്രിയിൽ ചാടി വന്നവരാടാ. ആരാ നിങ്ങളൊക്കെ? ആദ്യം താൻ ആരാണെന്ന് പറ. ഞാൻ ഇവിടുത്തെ കാര്യസ്ഥനാ. നിങ്ങക്ക് എന്താ വേണ്ടത്? അതെന്തിനാ താൻ അറിയുന്നേ? പൊന്നുമോൻ ഗേറ്റ് തുറക്ക്. നിങ്ങൾ ആരാ, എന്താ, എവിടുന്നൊക്കെ അറിയാണ്ട് എങ്ങനെ ഗേറ്റ് തുറക്ക എന്റെ പൊന്നുമോളെ? എടോ, ഇവിടെ ഈ തറവാട്ടിലെയാ? ആണോ? പക്ഷെ തറവാട്ടി പറഞ്ഞ കോലൊന്നും കണ്ടാ തോന്നൂല്ലോ. എന്താ അവിടെ ഒരു ബഹളം? മേജർ അങ്കിൾ, ഇത് ഞാനാ ശ്രീബാല. ഏതോ ബാലക്കാരാന്ന്. പരിപാടി ബുക്ക് ചെയ്താടാ? ആഹാ, ശ്രീബാലയാണോ? കേറി വാ മോളെ. അതിന് ഗേറ്റ് തുറക്കണ്ടേ? അതെന്താ തുറക്കാത്തെ? ഇവരെ തിരിച്ചറിഞ്ഞില്ല. ഇവിടെ വാടാ. പ്രായപൂർത്തിയായ പെൺകുട്ടികളെ ഒരിക്കലും പുറത്ത് നിർത്തരുത്. നിന്റെയൊക്കെ പണി ഞാൻ തെറിപ്പിക്കും. അയ്യോ വേണ്ട, ഇനി പ്രായപൂർത്തിയായ പെണ്ണുങ്ങളെ എവിടെ കണ്ടാലും ഞാൻ വിളിച്ച് വീട്ടിനകത്ത് കയറ്റിക്കോളാം. ഓയ് ഗേറ്റ് തുറക്കടാ. ഓ, ഇതിൽ പ്രായപൂർത്തിയാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മാറിയെന്നോളെ. ടച്ച് ചെയ്യരുത്, എനിക്ക് കോടതി കയറാൻ വയ്യ. ഇത്രയും പേർക്ക് അകത്ത് കിടക്കാൻ സ്ഥലമില്ലെങ്കിൽ ഒന്ന് രണ്ടെണ്ണത്തിനെ നമ്മുടെ റൂമിൽ കിടത്താം. വേണ്ട, വേണ്ടേ? അവർക്ക് ചിലപ്പോ ഒരു സന്തോഷാവും അത്. എവിടുന്ന് കിട്ടിയവന്മാരെ? കുട്ടി ക്ഷമിക്കണം, ഞങ്ങൾ ആളറിയാതെ. ഒരു കാര്യസ്ഥൻ ആദ്യം തിരിച്ചറിയുന്നത് തറവാട്ടിലെ ആൾക്കാരെയാ. അതെ, ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഈ കുട്ടികൾ ഈ വീട്ടിലെ 2 രത്നങ്ങളാണ്. കല്യാണം കഴിക്കാത്ത എന്റെ കോടിക്കണക്കിനുള്ള സ്വത്തിന്റെ അവകാശികളും ഇവരാണ്. നിങ്ങൾ ഇവരെ പൊന്നു പോലെ നോക്കണം. എന്റെ ഫുൾ നോട്ടം ഇനി ഇങ്ങോട്ടായിരിക്കും. ഊറി ഊറി വരുന്നു. ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടില്ലേ വൃത്തിയായിട്ട പണി ഇവിടെ ചെയ്യരുതെന്ന്? വൃത്തിയായിട്ട പണിയാ? എടാ, ഇത് വളരെ വൃത്തിയോടും ശ്രദ്ധയോടും കൂടി ചെയ്യേണ്ട പണിയാ കുട്ടാ. ഇത് വൃത്തിയായിട്ട പണി, അത് മാത്രം പറയരുത്. ഇതെനിക്ക് വേണ്ടി മാത്രമല്ല, നാളെ മുതൽ ആ പൊട്ടക്കണ്ണം പട്ടാളക്കാരൻ ഇങ്ങനെ ചോദിച്ചോണ്ടിന്റെ പിറകെ വരും. ഇല്ലെങ്കിൽ വരുത്തും ചാത്തന്മാർ. എന്താണത്? ബാറ്ററി ചാർജ് കിട്ടാൻ, വല്ലി അടിച്ച് പാമ്പായി ഇങ്ങനെ എഴയാൻ. മദ്യത്തിനെതിരായി സംസാരിക്കുന്ന ആ പട്ടാളക്കാരനെ നാളെ മുതൽ ഇത് അടുപ്പിച്ചടുപ്പിച്ച് ഞാൻ പാമ്പാക്കും. കുറച്ച് പാറ്റയുടെയും കൂടെ കുറവുണ്ട്. അത് നീ എന്റെ കഞ്ഞിൽ ഇട്ടോണ്ടിരിക്കല്ലേ? എടാ ഞാൻ എടാ കുട്ട, നീ ഉറങ്ങാൻ പോവാണോ? അല്ല, തലകുത്തിക്കാൻ പോവാ. കിടന്നുണ്ടോ? ആ, പുതിയ രീതിയാ. എടാ കുട്ട. എന്തടാ പൊട്ട? എടാ, ആദ്യം ഉടക്ക്, പിന്നെ പ്രണയം. ഈ രജനീകാന്ത് പടങ്ങളുടെ രീതി വെച്ച് ഇളയ കാന്താരി നിനക്ക് വീഴുമെന്ന് ഉറപ്പാ. കല്യാണം മുടങ്ങി നിൽക്കുന്ന ആ മൂത്ത കാന്താരിയെ എനിക്ക് വീഴ്ത്തണം. അതിനെന്താടാ ഒരു വഴി? നടക്കുമ്പോ ഇടങ്കാലിട്ട് വീഴ്ത്തിയാ മതി, അല്ലെങ്കിൽ പഴുത്തുലിട് നടുനെല്ലി വീണോളൂ. നീ വിഷയത്തിൽ നിന്ന് വെറുതെ വഴുതി മാറല്ലേ. അവളെ ഞാൻ എന്റെ സ്വപ്നത്തിലേക്ക് കൊണ്ടുവരട്ടെ കുട്ടാ. അവള് വരുന്നുണ്ടടാ, ഭ്രാന്തളകിയ വിത്ത് കളയെ പോലെ. ഓടി കള്ളി. ഇതെന്താടാ പെണ്ണുങ്ങളുടെ ഒരു ബഹളം? മൊത്തത്തിൽ കഴുക്കോലും പൊളിച്ചു വരികയാണോ? സൂപ്പർ സൂപ്പർ. ഇതൊരു കലക്കും. ഇതോ എന്താടോ ഉറങ്ങിയില്ലേ? അല്ല, കാളരാഗം കേട്ടിട്ട് ഇവന് ഉറക്കം വരുന്നില്ല എന്ന്. കാളരാഗോ? ഇവനാരടാ? ഞങ്ങൾ വടിവേലുക്കൾ. നാളെ ശ്രീബാല കോളേജിൽ കയ്യടി വാങ്ങിക്കാൻ പോകുന്ന പാട്ടായത്.
കഴുതയ്ക്കും കച്ചേരിക്കും തമ്മിൽ എന്താ ബന്ധം? ഈ കഴുത എന്ന് ഉദ്ദേശിച്ചത് തന്നെയാണോ? ഒരു കഴുതയ്ക്ക് കാര്യം മനസ്സിലായി. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. ആ കുട്ടി സംഗീതത്തെ കുറിച്ച് എനിക്ക് അങ്ങനെ വലിയ വിവരമൊന്നുമില്ല. എന്നാലും ചോദിക്ക, ഇതൊക്കെ കോളേജിലേക്കോ? ഏൽക്കും. അടിച്ചേൽപ്പിക്കണം. വേണ്ടേ? എനിക്കതിന് തോന്നണില്ല. വരികൾ കൊള്ളാം, നല്ല കവിത. പക്ഷേ എന്ത് പക്ഷേ? അല്ല, ഈ ക്ലാസിക്കൽ സോങ് അവതരിപ്പിക്കാൻ എന്തിനാ വെസ്റ്റേൺ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ? അത് വേറൊരു പ്രോഗ്രാമിനാ. അതേതായാലും നന്നായി. ഈ ക്ലാസിക്കലിന്റെ കൂടെ കുറച്ച് വെസ്റ്റേൺ കൂടി മിക്സ് ചെയ്താ കോളേജിലെ കുട്ടികളെ കയ്യിലെടുക്കാൻ എളുപ്പ. ക്ലാസിക്കൽ വെസ്റ്റേൺ മിക്സ് ചെയ്യാനോ? അതെ. പിന്നെ ശുദ്ധമായ റം പാൽപായസത്തിൽ പോലും മിക്സ് ചെയ്യാം. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഞാൻ ഒരു ആവശ്യത്തിന് പറഞ്ഞാണ്. എന്റെ കയ്യിൽ റമ്മേ ഉള്ളൂ, പാൽപായസം ഇല്ല. വേണ്ടേ? Krishna, Hare Krishna, Krishna, Gopankana, Manivarna, Krishna. നീ എന്നെ മറന്നോ, എന്റെ സ്നേഹം മറന്നോ, കണ്ണ എൻ കാർവർണ്ണ. ഞാൻ നിന്നോടെ കുടലിൽ ഗാനപ്പാൽ കടലായി താനേ വിണലിഞ്ഞതല്ലേ. ധീരസമീരെ യമുനാ തീരെ വസതി വനേ വനമാലി. കൃഷ്ണ ഗോപി ദീന പയോധര മർദ്ദന ചഞ്ചല കരയുഗശാലി. കൃഷ്ണ നീ ഇന്നെന്നെ മറന്നോ, എന്റെ സ്നേഹം മറന്നോ, കണ്ണ എൻ കാർവർണ്ണ. നിർത്തടാ. കുമാര നിക്ക്, ഞാനൊന്ന് പറയുന്ന കേക്ക്. കേൾക്കേണ്ടതെല്ലാം കേട്ട് കഴിഞ്ഞു. ഇനി കേൾക്കേണ്ടവർ ഞാൻ കേൾപ്പിച്ചോളാം. കുമാരാ, ഇത് 1500 വർഷം പഴക്കമുള്ള പഞ്ചലോഹ വിഗ്രഹമാണ്. ആദ്യം ഇതിന്റെ വില പറ. ഒരു 1.5 ലക്ഷം രൂപയ്ക്ക് അങ്ങ് ഉറപ്പിക്കാം. വെറും 1.5 ലക്ഷോ? അത് നഷ്ടം എനിക്ക്. ഒരു കാര്യം ചെയ്യാം, കുറയ്ക്കണ്ട, നമുക്ക് 2 ലക്ഷം രൂപയ്ക്ക് 2 ലക്ഷം രൂപ. എന്താണ് അവിടെ? കള്ളൻ കള്ളൻ കള്ളൻ. എവിടെ? ദേ, സാറേ, ഈ വിഗ്രഹം സാറിന്റെ വീട്ടിലല്ലേ? അതെല്ലോ. ഇതെങ്ങനെ ഇവിടെ വന്നു? സാറേ, കാര്യവൻ പുത്തേഴത്തെ കാര്യസ്ഥനായിരുന്നെങ്കിലും കളവിന് കൂട്ടേക്കാൻ എനിക്കാവില്ല. എന്റെ അമ്മച്ചി ഇടി കൊണ്ടതിന് ശേഷം വിളിക്കടാ എന്റെ അമ്മച്ചിയെന്ന്. അതെ. ഇയാളെന്താ ഇവിടെ? ഇവന്മാരെ കള്ളനെ ഫോളോ ചെയ്ത് വന്നത് സത്യസന്ധമാരാ. മുണ്ടച്ചോറിന് നന്ദി. സാറേ, എനിക്കൊരു അത്യാവശ്യം പറയാനുണ്ട്. സാറിന് നിനക്ക് അനാവശ്യം പറയാനുണ്ടോ? അവനെ അടിക്കണം സാറേ. അതൊക്കെ നീ അങ്ങ് കോടതി ചെന്ന് പറഞ്ഞാ മതി. കോടതിയിലല്ല, പുത്തേഴത്ത് പറയാനുള്ളതാ. എന്താടാ ഉത്തേടത്തെ കാര്യം കിഴക്കേടത്തുകാരോട് പറയാനുള്ള ധൈര്യം എന്റെ അമ്മേ. ഉള്ളതും ഇല്ലാത്തതുമായ എല്ലാ കേസും ഇവന്റെ തലയിലോട്ട് വെച്ചേരെ. പിടിച്ച് വണ്ടി കെട്ട്. പുത്തേഴത്ത് ക്ഷണിക്കാതിരിക്കരുത്. വന്നേ. എന്തേ എന്തേ ചേച്ചി ഇതിനെ വിളിച്ചത്? ഇനി എപ്പോഴെങ്കിലും അടിക്കണമെന്ന് തോന്നുമ്പോ എന്നെ വിളിച്ചാ മതി, ഞാൻ വരാം. എന്ത് പറയുന്നു? രസ്യടി 1.5 ടൺ വെയിറ്റ് ഉണ്ട്. ഭഗവാനെ. എനിക്ക് ലെറ്ററാ. മലയാളം. ഇതാരെ കൊണ്ടാ ഒന്ന് വായിപ്പിക്കുക? തേങ്ങ 500, പിണ്ണാക്ക് 800. പിണ്ണാക്ക് പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് കഴിക്കണ്ട? അതെ. നീയാണോ? അതെ, ഞാനാണ്. നീയാണോ പിണ്ണാക്ക് കഴിക്കുന്നത്? പിണ്ണാക്ക് തിന്നുന്ന ഞാനല്ല. ഞാൻ വന്നത് വേറൊരു കാര്യത്തിനാ. വായിക്ക്. ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടി? അതൊക്കെ ഉണ്ട്. വായിക്ക്. ഇത് വായിക്കേണ്ട കാര്യമില്ല. കേൾക്കേണ്ട കാര്യം എനിക്കുണ്ട്. വായിക്ക്. എന്നാ പിന്നെ നിനക്ക് വായിച്ചൂടെ? എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ലല്ലോ. ഓ, അപ്പൊ തമിഴ് ഇംഗ്ലീഷ് ഒക്കെ? അത് പിന്നെ ഒട്ടും അറിയില്ല. വായിക്ക്. പരസ്പരം. നീ എന്തൊരു ചെവിത്ര? എടാ, ഇത് വായിച്ചാ മതി. നീ കേൾക്കണ്ട, ഞാൻ കേട്ടോളാം. വായിക്കടാ. പരസ്പരം ഒന്നു ചേരാനുള്ള ഒരു അവസരവും നമ്മൾ പാഴാക്കരുത്. ഇപ്പൊ ഞാൻ കേട്ടു, നീ കേട്ടില്ല. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധേ? കൊണ്ടുപോയി ഉപ്പിലിട്ട് വെക്ക്. ഈ ശ്രാവക്കിനോട് അത്ര ഇഷ്ടോ? അനുരാഗവിലോചനായി
അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. എന്തത് പാടത്ത് കോലയിട്ട് നിൽക്കാൻ പോണോ? കോലോ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വാടകയ്ക്ക് എടുത്തതാ ആ കിളവന്റെ സന്തതിക്ക് പോകാൻ. സന്തതിയാ? മറ്റേ പദ്ധതിയില്ല പദ്ധതി. എന്ത്? 70-ാം വയസ്സിലെ 16 അടിയന്തര ചടങ്ങ്. സപ്തതി. ആ അങ്ങനെ പറയാം. ഇത് ഗ്ലാസ് വാങ്ങിയപ്പോ ഇതിനോടൊപ്പം ഫ്രീ കിട്ടിയതാ. 13 രൂപയായി, കാശ് നോക്കില്ല. അതെ, എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങി വീട് പൂട്ടി താക്കോലായിട്ട് അങ്ങോട്ട് വന്നാ മതി. ഓ, കള്ളന്മാരുടെ ശല്യമുള്ള സ്ഥലം. ഓക്കെ. അയ്യേ, അയ്യോ എന്റെ അമ്മോ, ചുമ്മാതല്ല കാരണവന്മാര് പറയുന്നത്. ജെട്ടിയിട്ടിട്ടേ പാന്റ് ഇടാവൂന്ന്. ഇനി സിബൂരാൻ നേരത്തെ ഒരു കരച്ചിൽ ഉറപ്പാ. ദേവി അടക്കല്ലേ അടക്കല്ലേ, വിശന്നിട്ട് വയ്യ. 3-4 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്. തരുമോ എന്തെങ്കിലും? ആയിക്കോട്ടെ. അതെ, ഒരു രഹസ്യം എന്റെ തലയിൽ ഇരിക്കുന്നത് കൊണ്ടാണോ എന്ന് അറിയില്ല. എന്റെ തലക്ക് വല്ലാത്ത ഭാരം. എന്ത് രഹസ്യം? അത് നീ ആരോടെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. ഞാൻ പറയാം. ആ, ഇവിടത്തെ കാര്യസ്ഥന്മാരിൽ ഒരുത്തൻ അപ്പുറത്തെ വാര്യസാറിന്റെ മകന്റെ മകനാ. വേഷം മാറി വന്ന കോടീശൻ അവൻ. മുന്നിൽ ഒരുങ്ങി നിപ്പുണ്ട്. ആ അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. പൊക്കാണല്ലേ? ഒന്നുങ്ങൾ വന്നേ മോനെ. നീ എന്നെ അധിക്ഷേപിക്കുന്നോടാ. 325 രൂപ വിലയുള്ള സംശയം കടയിൽ പോയി ചോദിച്ചു. കിലോക്ക് 325 രൂപ വിലയുള്ള ഈ ഓട്ടുവിളക്ക് കക്കാത്തൊക്കെ വെള്ളം അതും പതിച്ചിട്ടില്ലേ ഈ കാളിദാസ്. എന്റെ ലക്ഷ്യം ഇവിടുത്തെ പഞ്ചലോഹ വിഗ്രഹമാണ്. അത് ഞാൻ പൊക്കും. അതിനുമുമ്പ് പോലീസ് നിന്നെ പൊക്കിയിരിക്കും. ഞാൻ ഒറ്റും. തലയുണ്ടായിട്ടേ അത് പുത്തെഴുത്തുകാരി വെട്ടും, ഞാൻ വെട്ടിക്കും. നീ കിഴക്കെടുത്ത പേരക്കുട്ടിയാണെന്നുള്ള രഹസ്യം പുത്തെഴുത്ത് അറിഞ്ഞ കാളി ദയവ് ചെയ്തോയോ കാളിദാസ്. താൻ വേണമെങ്കിൽ യേശുദാസ് ആയിക്കോ, എന്നെ ചതിക്കരുത്. എങ്കിൽ നമുക്ക് ഒരു ഉഭയകക്ഷി കരാറിൽ ഒപ്പുവെക്കാം. ഇപ്പൊ ഇറങ്ങിപ്പോയ ആ ദുശീല മുതലാളി ഉണ്ടല്ലോ, തെണ്ടിത്തരം മാത്രമേ കയ്യിലുള്ളൂവെങ്കിലും ആള് വാരാമാ ചെറ്റയാ. ഈ കല്യാണം മുടക്കാൻ സ്ട്രോങ് ആയിട്ടൊന്ന് നിന്ന് തന്നാ മതിയായിരുന്നു. നിനക്ക് എന്തിന്റെ സുഖേടാ? എടാ, ഞാനൊരു അംബാനിയാവുന്ന നിനക്ക് ഇഷ്ടമല്ല. ഞാൻ എന്ന് നിന്റെ കൂടെ ഇങ്ങനെ ഇംബാനിയായിട്ട് നടക്കാം. ഞാൻ എന്ത് ചെയ്തു? എടാ പിന്നെ നീ എന്താ ഞങ്ങളുടെ പ്രണയം കണ്ടില്ല എന്നടിക്കുന്നത്? നീ ആരെ സ്നേഹിക്കുന്നു? അത് പറയടാ. ഇവിടുത്തെ ദേവിയെ, കിഴക്കേടത്തെ ചെക്കനുമായി നീ കല്യാണം ഉറപ്പിച്ച ദേവിയെ എനിക്ക് ഇഷ്ടമാണ്. നീ ദേവിയെ? അല്ല, അതിന് അവൾക്ക് നിന്നെ ഇഷ്ടായോ? ഇഷ്ടമാണ് എന്നാര് പറഞ്ഞു? ഞാനും പറഞ്ഞു, അവളും പറഞ്ഞു. എടാ, നിനക്ക് സംശയം ഉണ്ടെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും കാണും ദേവി, പോയി ചോദിച്ചു നോക്ക്. ദേ ഇപ്പൊ അവള് മുകളിലുണ്ട്, ചെല്ലേ ചെന്ന് ചോദിച്ചു നോക്ക്. ദേവി, ഐ ലവ് യു. ശ്രീദേവി, ഞാൻ തന്നെ ഒന്ന് കാണാനിരിക്കായിരുന്നു. എന്റെ വിവാഹം നിശ്ചയിക്കാൻ താൻ ഒരുപാട് ബുദ്ധിമുട്ടിയല്ലേ? അതൊന്നും സാരമില്ല, ഒരു കാര്യസ്ഥന്റെ കടമ. കിഴക്കെഴുത്തുകാരുടെ കയ്യിൽ നിന്ന് എന്ത് കമ്മീഷൻ കിട്ടി? മനസ്സിലായില്ല. എന്റെ അഭിപ്രായം ചോദിക്കാതെ പെട്ടെന്ന് ഈ കല്യാണ കാര്യം എടുത്തിട്ടത് എന്തിനായിരുന്നു? കിഴക്കേടത്തെയും പുത്തേഴത്തെയും കുടുംബക്കാർ തമ്മില് പണ്ട് നടക്കാതെ പോയ ബന്ധം നിങ്ങളിലൂടെ ഉണ്ടാവട്ടെ എന്ന് കരുതി. പിന്നെ ആനന്ദിന് ശ്രീദേവി ഇഷ്ടമാണെന്ന് കൂടി ആ അറിഞ്ഞപ്പോ ഇഷ്ടം എനിക്കും കൂടി തോന്നണ്ടേ? ഞാൻ വേറൊരാളുമായിട്ട് ഇഷ്ടത്തിലാണ്. എന്താ പറഞ്ഞേ? ഞാൻ അയാളെ മാത്രമേ വിവാഹം കഴിക്കൂ. ദൈവമേ, ആ പൊട്ടൻ തെറ്റി പറഞ്ഞ സത്യമാണോ? വരണം വരണം മിസ്റ്റർ കൃഷ്ണനുണ്ണി, ഇപ്പൊ വിശ്വാസായില്ലേ? എന്നാലും എന്റെ പൊട്ട, നീ ഇതെങ്ങനെ? ഞാൻ ട്രൈ ചെയ്തിടാ, ട്രൈ. എന്റെ ട്രൈ കണ്ട അവള് വീണു. എടാ, അവളുടെ കല്യാണം ഉറപ്പിച്ച സ്ഥിതിക്ക് ഇത് വേണോ?
വേറൊരുത്തിയെ ട്രൈ ചെയ്താ പോരെ? നീ ട്രൈ ചെയ്യാൻ എടുക്കണല്ലടാ. എടാ എന്റെ എല്ലാ ട്രൈയും ഞാൻ അവക്ക് കൊടുത്തു. ഇനി എന്റെ കയ്യിൽ ട്രൈ ഇല്ലടേ. ഈ കല്യാണം നടന്നാൽ എനിക്ക് ശുക്രനാന്നാ കാക്കാത്ത് കൈ നോക്കി പറഞ്ഞത്. എടാ പ്രേമത്തിന് കണ്ണില്ല, മൂക്കില്ല, പല്ലില്ല, കൈയില്ല, കാലില്ല. പക്ഷെ ഈ പറഞ്ഞ സാധനങ്ങൾക്ക് ഇവിടുത്തെ ആണുങ്ങൾക്കുണ്ട്. അവരെങ്ങാനും നീ ഒന്നും പണയണ്ട. എടാ ഈ കാരണം പറഞ്ഞ് നമ്മൾ തമ്മിൽ ഉടക്കുമെന്നും കാക്കാത്ത എന്നോട് പറഞ്ഞു. ദാ ഇന്ന് മുതൽ നമ്മൾ ഇവിടുന്ന് പിരിയുന്നു. എടാ നീ പോ മോനെ ദിനേശ്. ചുമ്മാ എന്നോട് കളിക്കല്ലേ മോനെ ദിനേശ. ഈ മോഹൻലാലൊക്കെ ഇതെങ്ങനെ എന്തോ കാണിക്കുന്നത്? ഉണ്ണി, നീ എന്തിനാ എന്നെ വിളിച്ചത്? അതെ, ഇവിടുത്തെ ആ കാര്യസ്ഥൻ യഥാർത്ഥത്തിൽ ആരാണെന്നറിയോ? അപ്പുറത്തെ വാര്യർ സാറിന്റെ കൊച്ചുമോനാണെന്ന്. എടി, ആ രഹസ്യമല്ലേ എന്റെ പിടിവള്ളി. പിന്നെ ഏട്ടനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? അയാൾക്ക് 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 എന്നോട് പ്രേമമാണെന്ന്. ഞാൻ സത്യമാണോടി? എന്റെ ശാപ്പമുക്ക് ഭഗവതി, ഞാൻ രക്ഷപ്പെട്ടു. അയാളുടെ വിചാരേ ഞാൻ ഇവിടുത്തെ കൊച്ചു തമ്പുരാട്ടിയാണെന്നാ. അത് പിന്നെ തമ്പുരാന്റെ ലുക്ക് നമ്മുടെ കുടുംബത്തിന്റെ ശാപോ? എന്നെ കുറിച്ച് ആൾക്കാർ അങ്ങനെ പറഞ്ഞു വരുത്തുന്നുണ്ട്. പിന്നെ എന്റെ കല്യാണാണ് ഇവിടെ നടക്കാൻ പോണെന്ന് അയാളുടെ വിചാരം. അതിനു മുമ്പ് ഒളിച്ചോടി കല്യാണം കഴിക്കാൻ അയാളിനെ പ്രേരിപ്പിക്കുന്ന ഏട്ടാ. നീ മാക്സിമം പ്രോത്സാഹിപ്പിക്കും. പിന്നെ നീ ഇവിടുത്തെ വേലക്കാരിയാണെന്നും സർവോപരി എന്റെ പെങ്ങളാണെന്നുള്ള രഹസ്യം കല്യാണം കഴിയുന്നവരെങ്കിലും അവൻ അറിയരുത്. എന്തായി? മണവാളൻ പറ. താനെന്തെവിടെ? രണ്ട് കുടുംബങ്ങൾ ഒരുമിച്ച് സ്ഥിതിക്ക് ഞാനിപ്പോ എവിടെയുണ്ടാവും. എന്താ മോത്തൊരു ടെൻഷൻ? എന്തോ മണക്കുന്നുണ്ടല്ലോ. എവിടെ? എന്ത് മണം? ഒരു ഒളിച്ചോട്ടം. ആര് പറഞ്ഞു? ആര് പറഞ്ഞു? ഇഷ്ടപ്പെടുന്ന മിഥുനങ്ങൾ ഒരുമിക്കുന്നതിൽ ഞാൻ ഒരിക്കലും എതിരില്ല. എന്റെ എല്ലാ സപ്പോർട്ടും അനുഗ്രഹാശിസ്സുകളും എപ്പോഴും ഉണ്ടാവും. ഗോഡ് ബ്ലെസ് യു. ഞാനൊന്ന് വിളിച്ചോട്ടെ? ആരെ? എന്തിന്? ഈ മുഖത്ത് നോക്കി. എന്ത്? ഹലോ, എന്താ കാറ്ററിംഗ് മാനോ? അതെന്റെ അടുത്തുണ്ട്. രാവിലെ തന്നെ ഹോട്ടലിൽ എത്തിച്ചേക്കാം. ആ ശരി. സുമാരാ, എന്തോ? എടാ നാളെ ഈ വണ്ടി രാവിലെ ഹോട്ടലിൽ എത്തിച്ചേക്കണം കേട്ടാ. ഓ ശരി. എന്റെ കൃഷ്ണ, അങ്ങനെ നിന്റെ മോഹവും പൂവണിഞ്ഞു. ഇനി വിദേശത്തുള്ള ഏതെങ്കിലും മ്യൂസിയത്തിൽ വെച്ച് കാണാം. സുമാര, എന്തോ? ആ എനിക്ക് ഈ ചാക്കിട്ടൊന്ന് ടൗണിൽ എത്തിക്കണം. ഞാനോട് കൂടെ. നീ ആ ബാക്ക് ഡോർ തുറന്നേ. അത് തുറന്നെടുക്ക. ഓഹോ. ആ ആക്രമു, കൃഷ്ണന്റെ പഞ്ചലോക വിഗ്രഹം ഞാൻ ചാക്കിൽ പൊതിഞ്ഞ് സുരക്ഷിതമായിട്ട് വണ്ടി കേട്ടിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ വേണം. ആയിക്കോട്ടെ. എനിക്ക് പച്ചക്കറി ദേവി എവിടെ? അവൾക്ക് നല്ല തലവേദന. എന്നാ പിന്നെ മോള് വരണ്ട, അവക്ക് കൂട്ടു തന്നു. ഉടനെ ഞാൻ ഹോട്ടൽ സിറ്റി ടവറിലെത്തും. നീ കാച്ചുമായിട്ട് അവിടെ കാത്തു നിൽക്കണം. ഓക്കെ? എല്ലാരും പോവാനുള്ള. എനിക്ക് വീണ്ടും പണിയായി. എന്ത് സുഖം. അതെ, ആ കീ ഒന്നും കിട്ടും. എന്തിനാ? ആ തന്റെ മാനേജർ സുബ്രഹ്മണ്യം എന്നെ വിളിച്ചിരുന്നു. എന്നോട് തന്നെ വണ്ടിയായിട്ട് ടൗണിലേക്കെല്ലാം പറഞ്ഞു. എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. തന്നോട് എങ്ങനെ പറയും? തന്റെ കയ്യിൽ മൊബൈൽ ഇല്ലാത്തോണ്ടല്ലേ എന്നെ വിളിച്ചു പറഞ്ഞത്. താൻ വല്ലതും കഴിച്ചോ? ഇല്ല. ഒന്നും കഴിക്കാണ്ട ഈ വണ്ടിക്കകത്ത് വെള്ളം ഒഴിച്ചിട്ടിങ്ങനെ അതോട്ട് വല്ല ടാപ്പിൽ നിന്ന് എന്തെങ്കിലും എടുത്ത് കുടിച്ച് അടി വെച്ചല്ലേ. ഞാൻ ആക്രാമു. ഞാൻ പുറപ്പെട്ടിട്ടില്ല രാമു. ഞാൻ എന്റെ പെങ്ങളുടെ കല്യാണത്തിന് ഇത്തിരി സ്വർണ്ണം എടുത്തോണ്ടിരിക്കുക. എവിടെ? ആലുക്കാസിന്നാ? അല്ലല്ല, അലമാരിക്കാസിന്നു. ഇതൊരു സുവർണാവസര. ഇവിടെയുള്ള എല്ലാവരും ടൗണിൽ പോയേക്കാ. ഈ ഗ്യാപ്പിൽ നമുക്ക് കാറ്ററിംഗുകാരുടെ ടെമ്പോയിൽ കയറി മുങ്ങാം. എന്നിട്ട് ടൗണിൽ ഒരു മുറിയെടുക്കാം. അപ്പൊ നമ്മുടെ രജിസ്റ്റർ മാരേജ് എപ്പോഴാ? ധൃതി വെക്കല്ലേ, അതൊക്കെ 3-4 കുട്ടികളായിട്ട് പോരെ. എടി അപ്പൊ പിന്നെ സാക്ഷി ഒപ്പിടാൻ പുറത്തുനിന്ന് ആളെ വിളിക്കണ്ടല്ലോ. നമ്മുടെ പിള്ളേർ ഒപ്പിടൂലേ. കല്യാണം കഴിഞ്ഞിട്ട് മതി കുട്ടികളൊക്കെ. നീ വല്ല ശബ്ദം കേട്ടോ? അതെന്റെ ശബ്ദം. അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടി ഒളിച്ചോടി പോകാനുള്ള പരിപാടിയാണല്ലേ? ഒന്ന് പതുക്കെ പറ.
ഈ രഹസ്യങ്ങൾ ഒരുപാട് തലയിൽ ചുമന്ന് തലക്ക് വല്ലാത്ത ഘനം. എവിടെ നോക്കട്ടെ? ദേ നോക്കണം. സമയം എടുത്ത് കിടന്നോ. ചത്തിട്ടുണ്ടാവോ? ചത്താ കൊന്നുകളെ ഞാൻ. ആ ഇനിയിപ്പോ ഏതായാലും ഇവിടെ വച്ചേക്കണ്ട, നമുക്ക് പോണ വഴിക്ക് എവിടെയെങ്കിലും ഞാൻ കളഞ്ഞിട്ട് പോവാ. നീ ഒരു ചാക്കെടുത്തോണ്ട് വന്നേ. കല്യാണത്തിനിടാൻ പുതിയ ഷർട്ടുമായി ഇവനെന്താ റബ്ബറും പാല കുടിക്കുന്നത് വലിയുന്നു. ഇതെന്തോന്നിരിക്കുന്ന ഈ ചാക്കെടുത്ത് നീ അപ്പുറത്തെ പറമ്പിലോട്ട് ഇറങ്ങിയേക്ക്. ആ ചാക്കിന് പകരം ഈ ശവചാക്ക്. ആർക്ക് സംശയം തോന്നില്ല. കല്യാണമായിട്ട് എന്റെ നടുവിന് എന്തെങ്കിലും പറ്റിയ പെട്ടെന്ന് കയറി. എനിക്കാണെങ്കിൽ കല്യാണം കഴിക്കാൻ മുട്ടിയിരിക്കണ്. നിർത്ത്, ഞാനുണ്ട് ടൗണിലേക്ക്. തന്ത്രപൂർവ്വം ഡ്രൈവറൊക്കെ ഒഴിവാക്കല്ലേ കള്ളൻ. മണവാട്ടി സുരക്ഷിതയായിട്ട് അകത്തില്ലേ? താൻ പേടിക്കണ്ട, ഞാനൊരു സഹായിയാണെന്ന് കരുതിയാ മതി. ഇത് കണ്ടോ? ഇത് മുഴുവൻ ഞാനിവിടുന്ന് മോഷ്ടിച്ചതാ. താങ്കൾ ഇത് വധുവിനെ അണിയിക്കണം. അവൾ എനിക്ക് സ്വന്തം പെങ്ങളെ പോലെയാ. അല്ല, എന്റെ സ്വന്തം പെങ്ങളാ. അവളുടെ കല്യാണം എനിക്ക് കാണണം. കള്ളന്മാരിൽ ഇത്രയും തങ്കപ്പെട്ട കള്ളനെ ഞാൻ ആദ്യമായിട്ട് കാണുക. ഈ പെങ്ങളുടെ കല്യാണമായിരുന്നു എന്റെ സ്വപ്നം. ഇന്നത്തോടുകൂടി ഞാൻ എല്ലാം അവസാനിപ്പിക്കും. മനസ്സിലായില്ല? അതൊക്കെ പിന്നീട് മനസ്സിലായിക്കോളും. ഇപ്പൊ വണ്ടി വിടളിയാ. ടെൻഷനൊന്നുമില്ലല്ലോ? കുറച്ച്. അതൊക്കെ കെട്ട് കഴിയുമ്പോ മാറിക്കൊള്ളിയാ. അളിയെന്ന് വിളിക്കുന്ന ഇഷ്ടമല്ല. അതെ, നിങ്ങൾ അകത്തേക്ക് വെക്കോ. എനിക്കൊരാളെ സെറ്റിൽ ചെയ്യാണ്ട്. പേടിക്കണ്ട. വിഗ്രഹം എവിടെ? ആദ്യം പറഞ്ഞുറപ്പിച്ച തുകതാ, എന്നിട്ട് മുതൽ കൈമാറാം. സത്യമുള്ള മുതലാണേ. പറഞ്ഞ ക്യാഷ് കൃത്യമായിട്ട് തരും. ഇതെന്താ ചില്ലറ? സത്യമുള്ള മുതല് തരുമ്പോ സത്യമുള്ള കാശ് തരണ്ടേ? ഇവിടെ അടുത്തൊരു അമ്പലത്തിലെ ഭണ്ഡാരം കുത്തിപ്പൊളിച്ചതാ. ഇത് തിരുമ്പളക്ക് എന്റെ ജന്മം തീരുമല്ലോ. നമസ്കാരം. നമസ്കാരം. ഇത് ശ്രീദേവിയുടെ ആഭരണങ്ങളാ. ഒരുങ്ങുമ്പോ ഇത് അണിയിക്കണം. രജിസ്ട്രാർ 102 വെയിറ്റിംഗ് ആണ്. വരാം. പുറത്തൂടെ വീണോ എനിക്ക് വിഷയമല്ല. നീ എന്താ ഈ കുട്ടിയായിട്ട് ഇവിടെ? ഞങ്ങൾ ഒളിച്ചോടി വന്നവരെ. ഇന്നിവിടെ താമസിച്ച് നല്ലൊരു ഫസ്റ്റ് നൈറ്റും കഴിഞ്ഞ് നാളെ കല്യാണം. ഇവളെയാണോ നീ? അതെ, പിരിയാൻ കഴിയാത്ത വണ്ണം ഞങ്ങൾ അടുത്തു പോയി. അല്ലേ വേണു? ഒന്നും കൂടി ആലോചിച്ചിട്ട്. ഞാൻ മലം മുട്ടി നിൽക്കുന്ന ആനയാണ്. എനിക്ക് അവളെ കെട്ടിയേ പറ്റൂ. എനിക്ക് കെട്ടാൻ മുട്ടിയിട്ടാണ്. എന്നെ തടയരുത്. ഇല്ല, ഇനി ഞാനായിട്ട് തടയുന്നില്ല. നിന്റെ കടുങ്കിട്ട് ഇപ്പൊ തന്നെ നടക്കട്ടെ. രജിസ്ട്രാർ 102 വരൂടാളേ. ഇവ മരണക്കിണറിലേക്ക്. ഈ കൃഷ്ണ വിഗ്രഹം വിത്ത് ഫ്ലൂട്ടാ? ഓർഗണാ? തുറക്ക്. ഇതാണ് സാധനം. പെട്ടെന്നൊരു സ്ഥലം. എന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ട ഞാൻ ചിരിക്കാം. ചിരിക്കരുത്. അഥവാ നിന്നെ പോലീസ് പിടിച്ച ഞാൻ ചേട്ടന്റെ പേരും പറയാം. പറയരുത്. എല്ലാം നിന്റെ വിധിയാണെന്ന് കരുതി സമാധാനിക്കണം. ഇത് നിന്റെ വീട്ടിലെ വേലക്കാരിയല്ലേ? അതൊക്കെ കെട്ടി കഴിഞ്ഞിട്ട് പറയാ. അതിപ്പോ പറഞ്ഞില്ലെങ്കിലും രണ്ടുപേരും കൂടെ ഒരു പെണ്ണിനെ കെട്ടിയ ഇതെന്തോന്ന് ഇരിഞ്ചാലിയ? ഇങ്ങോട്ട് പറ. അതെ, ഒരു പാവപ്പെട്ട പെണ്ണ് വിവാഹം കഴിച്ച് നിങ്ങള് ഒരു മഹാ എന്തോ ആണ്. ഒരു മിനിറ്റ്, അതൊക്കെ ഞാൻ അടിച്ചോണ്ട് വന്നത്. ഒരു മിനിറ്റ്, ഇത് പിടിക്ക്. അതിങ്ങോട്ട് താണ. ഒപ്പിട് ഒപ്പിട്. എല്ലാം പറഞ്ഞുതരാം. എന്താണ് ഇത്? പറഞ്ഞുതരാന്ന്. ഇങ്ങോട്ട് ഒപ്പിടറി. ഇനി ആരാ വേണ്ട സാക്ഷി? പറഞ്ഞുതരാം. എല്ലാം പറഞ്ഞുതരാം. നിനക്ക് മാലയെല്ലാം അവിടെ ചെന്ന് ഊരാം. ധൃതി വെക്കല്ലേ. വാടി ഇങ്ങോട്ട് നോക്കിക്കൊന്ന്. അതെ കുട്ടാ, ഈ മാല ഒന്ന് പിടിച്ച എനിക്ക് വല്ലാതെ ചൊറിയുന്നു.
അങ്ങനെ എന്റെ അനുജത്തി ഒരു കോടീശ്വരിയായി. തൃപ്തിയായി അനുജത്തി, ഏട്ടന് തൃപ്തിയായി. ദീർഘസുമംഗലി ഭവ. അപ്പൊ എല്ലാം മംഗളായല്ലോ. അതെ, നല്ല അടിപൊളി റിസപ്ഷൻ ആണ് നൗഷാദ് കാറ്ററിംഗ് സർവീസ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ വിഷ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വേഗം വാ. ഈ പെങ്കൊച്ചല്ലേ ആ പെങ്കൊച്ച്? അപ്പൊ ആ പെങ്കൊച്ചങ്ങനെ ഈ പെങ്കൊച്ചായി? ഭാഗ്യം. ഇനി ഏത് കൂറ ലോഡ്ജിൽ വേണോ ചെന്ന് റൂം എടുക്കാം. റെയ്ഡ് പേടിക്കണ്ടല്ലോ. സത്യം, എന്നെ എന്തോരം തവണ പോലീസ് പിടിച്ചിട്ടുണ്ടെന്നറിയോ? ചിലതിനൊന്നും ഞാൻ പിടിയും കൊടുത്തിട്ടില്ല. എന്താ ഇതെന്തോന്ന് പാട്. കള്ള പന്നി, നീ കുറെ നേരം ആയല്ലടാ എന്റെ പെണ്ണിനെ പിടിച്ചോണ്ട് അവന്റെ കൈ കൊടുക്കുന്നു. നിനക്ക് മറ്റേ പണി ഉണ്ടാടാ. നിന്റെ പെണ്ണോ? അതേടാ, പുത്തേഴത്ത് ശങ്കരൻ നായർ എന്ന ജന്മിയുടെ പേരമകളെ കെട്ടിയ ആൾ വടിവേലു മുതലാളി. മനസ്സിലായോ? ഇവൻ എന്താ പറയണത്? അല്ല, ഇവള് പുത്തേഴത്തെ വേലക്കാരി ദേവികല്ലേ? ഈ മുണ്ടുമ്മ കോട്ടിട്ട തെണ്ടിയ മാത്രമേ നിനക്ക് കല്യാണം കഴിക്കാൻ കിട്ടിയുള്ളൂ പെങ്ങള്. എന്റെ അമ്മയുടെ വയറ്റിൽ നിന്ന് വന്ന ഈ സാധനത്തിന് ഞാൻ പിന്നെ എന്താ വിളിക്കണം? ഇവനല്ലേടി ഒറിജിനൽ. ഇവനെ കെട്ടാനല്ലേ ഞാൻ പറഞ്ഞത്? അയ്യോ ചേട്ടൻ, ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടി കേട്ടാ. ഉണ്ണി, എന്റെ പെങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞിട്ടില്ല. ഇനി സമയമുണ്ട്. ഒന്ന് സഹായിക്കൂ പ്ലീസ്. തൊട്ടല്ലടാ, നല്ല കുട്ടിയാടാ. നീ എടുത്തോ, അങ്ങോട്ട് എടുക്കാം. ഞാനല്ല, ഇവൻ കെട്ടിയ പെണ്ണിനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോടാ.